അല്ലേ? ഒന്ന് മറച്ചു വെക്കാനുള്ള കഴിവുണ്ട്. മറച്ചു വെക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ വലിയ കഴിവല്ലേ? വല്ലാത്ത കഴിവാണ്. അള്ളാഹു നമുക്ക് ആ കഴിവേറ്റി തരട്ടെ. എന്താ ആരും ആമീൻ പറയില്ല. അള്ളാഹു ആ കഴിവേറ്റി തരട്ടെ. ആ കഴിവാണ് വേണ്ടത് സഹോദരങ്ങളെ. സത്രു ഔറത്തിൽ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ ന്യൂനത, ഒരു മുസ്ലിമിന്റെ സ്വകാര്യം, വീക്ക്നെസ് മറച്ചു വെക്കാനുള്ള കഴിവ്, അത് വല്ലാത്തൊരു കഴിവാണ്. മൻ സത്തറ മുസ്ലിമൻ സത്തറല്ലാഹു യൗമൽ ഖിയാമ. മൻ സത്തറ മുസ്ലിമൻ, ഒരു ഹദീസിൽ അങ്ങനെ കാണാം, മൻ സത്തറ ഔറത അഖീഹിൽ മുഅ്മിൻ, സ്വന്തം സുഹൃത്തിന്റെ ന്യൂനത അത് മറച്ചു വെച്ചു. പാട്ടടിയില്ല, അതൊക്കെ പബ്ലിസിറ്റി അല്ലേ, എഴുതി വിടല്ലേ ഇപ്പോ അല്ലെ? എങ്ങോട്ടൊക്കെ എഴുതി വിടുന്നു? ഇവിടെ നേരെ അമേരിക്കക്കോ എഴുതി വിടല്ലേ? എവിടെ സത്തറ്? മറച്ചു വെക്കാൻ അവിടെ കഴിവ്, അതൊരു വല്ലാത്ത കഴിവാണ്. നമ്മൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. മറച്ചു വെക്കാൻ കഴിവാണോ? സഹോദരിമാരെ, നിങ്ങൾക്ക് അങ്ങനെ കഴിവുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മുത്തഖിയായ പെണ്ണ് ആ പെണ്ണാണ്. എനിക്ക് കഴിവാണോ? ആരും അറിഞ്ഞിട്ടില്ല, അല്ലാഹുത്താല അറിഞ്ഞിട്ടുണ്ട്. സലീഹ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ എല്ലാ വാതിലും പൂട്ടിയിട്ടല്ലേ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പിടിക്കാൻ പോയത്? എല്ലാ വാതിലും അടച്ചു, കൊട്ടിയടച്ചു. എന്നിട്ട് ഇങ്ങോട്ട് വരീന്ന് പറഞ്ഞു. ആ വിളിച്ചിട്ട് കുപ്പായം കീറിയതും മറ്റും കഥകളൊക്കെ ആ സലീഹയുടെ ഭർത്താവായ ഖിത്ഫീറിനോട്, അഥവാ അസീസ് രാജാവ്, ആ രാജാവിന്റെ ശരിക്കുള്ള പേരാണ് ഖിത്ഫീർ. ഖിത്ഫീറിനോട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോ, സാരല്ല, ഇത് നിങ്ങളെ ഭാഗത്തുനിന്നുണ്ടായ ചതിയാണ്, അതിന് അള്ളാഹിനോട് പൊറുക്കലിനെ തേടണം, ദോഷങ്ങൾക്ക് പൊറുക്കലിനെ തേടണം എന്നൊക്കെ ഉപദേശം കൊടുത്തു. ഈ വിഷയം എങ്ങനെ പിന്നെ നാടൊട്ടാകറിഞ്ഞ്? സാക്ഷിയായ ആള് അവരോടെ പറഞ്ഞിട്ടുള്ളൂ. സാക്ഷി ആരാ? എട്ടും പൊട്ടും തിരിയാത്ത ഒരു ചെറിയ തൊട്ടിലിൽ കഴിയുന്ന ഒരു കുട്ടി. ആ കുട്ടിയാണ് വിശദീകരിച്ചത്, ഖിത്ഫീറിനോട് പറഞ്ഞത്, ഇതിൽ സത്യം തിരിയാൻ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. കുപ്പായം കീറിയത് എവിടുന്നാ നോക്കിയാൽ മതി. പിന്നിൽ നിന്നാണെങ്കിൽ യൂസുഫ് നബി അലൈഹിസ്സലാം സ്വാദിഖീങ്ങളിൽ പെട്ട ആളാണ്, സലീഹ പറഞ്ഞത് കളവാണ്. മുന്നിൽ നിന്നാണെങ്കിൽ സലീഹ പറഞ്ഞത് ശരിയാണ്, യൂസുഫ് നബി അലൈഹിസ്സലാം കാദിബീങ്ങളിൽ പെട്ട ആളാണ് എന്ന് കുട്ടിയാ പറഞ്ഞത്. ഏത് കുട്ടി? ആ കുട്ടി പിന്നെ മിണ്ടിയിട്ടില്ല. ആ കുട്ടി ആ വിഷയം പറയാൻ വിസ്തരിക്കാൻ വേണ്ടി മാത്രം സംസാരിച്ചതാണ്. പിന്നെ എങ്ങനെ പുറത്തറിഞ്ഞു? അവിടെയാണ് സഹോദരിമാരെ കഴിവ് വേണ്ടത്. രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവ്, സ്വകാര്യത സൂക്ഷിക്കാനുള്ള കഴിവ്, അത് വലിയൊരു കഴിവാണ്, ചെറിയ കഴിവൊന്നുമല്ല. അല്ലാഹുത്താല എത്ര വലിയ സത്താറ നോക്ക് നിങ്ങൾ. നമ്മളെ ഏതെങ്കിലും ഒരു വീക്ക്നെസിന്റെ പേരില് നമ്മളെ ഒന്ന് ശിക്ഷിക്കണമെന്ന് കരുതി അള്ളാഹ്ക്ക് പണിയുണ്ടോ? ഒരു പണിയില്ല. എത്ര അയവുകളാണ് നമ്മുടെ അല്ലാഹുത്താല മറിച്ചിരുന്ന്. അല്ലാഹ് അത് മഗ്ഫിറത്താക്കി തരട്ടെ.